എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരിനും മിത്രയും കൂടെ ദേവമംഗലത്ത് തങ്ങളുടെ മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ബാഗ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മിത്ര ആരിനോട് പറഞ്ഞു, ആ വീട്ടിൽ നിന്ന് പോണ സമയത്ത് എന്തോ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. വീട് പൂട്ടി കീ കൊടുക്കണ സമയത്ത് എന്തോ എവിടെയൊക്കെയോ ഒരു പക്ഷേങ്കില് നമ്മൾ നമ്മുടെ ജീവിതം ശരിക്കും തുടങ്ങിയത് അവിടെ വെച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അത് ശരിയാ, ആ വീട്ടിൽ കുറെ ഓർമ്മകളൊക്കെ നമുക്ക് ബാക്കിയുണ്ടെന്ന് പറയാണ്. മിത്ര പറഞ്ഞു, അത് ശരിയാ. ഈ സമയം ആര്യം പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരണതിന് മുമ്പ് ഞാൻ ചില കടമകളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമേ ഈ വീട്ടിലേക്ക് കാല് കുത്തോളെന്നും പറഞ്ഞായിരുന്നു ഞാൻ ആ സ്വർണം തിരികെ കൊടുക്കണം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയാണ്. മിത്ര പറഞ്ഞു, അത് ആരിനല്ലോ തിരികെ കൊടുക്കേണ്ട ആള്, ഞാനല്ലേ തിരികെ കൊടുക്കേണ്ട ആള്. പിന്നെ എന്തിനാ ആരിന് ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ? അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും അതല്ലല്ലോ മിത്രേ, എന്റെ പേരിലല്ലേ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കണേ. അപ്പോൾ ഞാനില്ല സ്വർണം തിരിച്ചു കൊടുക്കണ്ടേന്ന് പറയണം. മിത്ര പറഞ്ഞു, അതിന്റെ കാര്യമില്ല, ഞാൻ കാരണമാണ് ആരിന് ഈ വല്ലാത്ത വേദന ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് മാറ്റി തരേണ്ട ആള് ഞാൻ തന്നെ അല്ലേന്ന് ചോദിക്കുക. ആ സമയം കൃഷ്ണമംഗലത്ത് സാവിത്രിയമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൺ ചെയ്തിട്ട് പറയാം, വന്നു, ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. എന്റെ ദൈവമേ, എന്തൊരു വിഷമായിരുന്നറിയാം. അവസാനം ഗോമതിയുടെ മുന്നേ ബാലം മുട്ടുമടക്കി. ഗോമതിയെ മാത്രമല്ല മിത്രനെയും കൂട്ടിക്കൊണ്ട് വന്നൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാജശ്രീ ഇത് കേട്ടോണ്ട് വന്നു. ഇതാരാടോ പോലും അമ്മ ഇങ്ങനെ കത്തി വെച്ചോണ്ടിരിക്കണേ എന്നോർത്തോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്നാ ശരി മാലതി വെക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. എന്താ അമ്മേ, ആരോടെ സംസാരിച്ചോണ്ടിരുന്നേ? അത് പിന്നെ മാലതിയോടായിരുന്നു സംസാരിച്ചോണ്ടിരുന്നേ. അല്ല അമ്മ എന്താ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടല്ലോ. ഓ, അത് പിന്നെ അപ്പുറത്തെ ആനന്ദിന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച്. അത് നടക്കാൻ പോകുന്ന വിവാഹം അല്ലല്ലോ അമ്മേ. അമ്മ അതിന് ഇത്ര സന്തോഷിക്കേണ്ട കാര്യം എന്താ? പിന്നെ കോമതിനെ തിരികെ കൊണ്ടുവന്ന് വെച്ച പറഞ്ഞുകൊണ്ട് അമ്മ ഇത്ര മാത്രം സന്തോഷിക്കണ്ടെന്ന് പറയണം. അതെന്താ രാശ്രീ അങ്ങനെ പറഞ്ഞേ? അമ്മേ, ആ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഗോമതി വരുവോ വരാതിരിക്കോ ചെയ്തോട്ടെ, കല്യാണം നടക്കാൻ പോകുന്നില്ല. മണ്ടക്കാട്ട് ഭഗവതി ആണെങ്കിൽ സത്യം, ഞാൻ മണ്ടക്കാട്ട് ഭഗവതിക്ക് നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടെന്ന് പറയാം. അതെ, നീ നേർച്ചകളും വഴിപാടുകളും നേർന്നുകൊണ്ട് അവിടെ ഇരുന്നു, കല്യാണം നടക്കും, അതിനകത്തൊരു കുഴപ്പമില്ല. പിന്നെ നിന്റെ ചെറുക്കന് അലോകിന് കല്യാണം നടക്കാത്ത ആരുടെ കുഴപ്പം കൊണ്ടാ അവന് വേറൊരു കല്യാണം ആലോചിക്കുക. അല്ലാതെ ആനന്ദിന്റെ വിവാഹം മുടക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നിന്റെ ഈ അസൂയം കുശുമ്പ് ആദ്യം മാറ്റിക്കള എന്നും പറഞ്ഞുകൊണ്ട് രാസരക്കിട്ടൊരു കൊട്ടും കൊടുത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. രാസരയ്ക്ക് നല്ല ദേഷ്യം വന്നു. ആ സമയം അടുക്കളയില് മീനാക്ഷി ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോമതിയും വന്നു. ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷി ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഓ എന്ത് പറ്റി? കള്ളന്മാരൊക്കെ പതുക്കെ ഞൂണ്ട് കയറുന്ന പോലെ അടുക്കള കയറാൻ തുടങ്ങിയല്ലോ എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്രയും ദിവസം ഞാനും അനുസരിച്ച് ഇവിടെ തന്നെയായിരുന്നു അടുക്കള കിടന്ന് ജോലി ചെയ്തോണ്ടിരുന്നേ. ആണോ? ആണെങ്കിൽ നീ പോയി കേസ് കൊടുക്കാൻ ഗോമതി പറയണം. പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഗോമതിനെ ഇക്കിളി എടുപ്പിക്കുവാണ്. മീനാക്ഷി ഒന്ന് വെറുതെ നിൽക്കി പെണ്ണേന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി തുള്ളിച്ചാടുവാണ്. ഈ സമയത്ത് മിത്രം വന്നിട്ട് എന്താ എന്താ കാര്യം, ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറയണം. അപ്പോഴേക്കും മിത്ര ഇടയ്ക്കിലേക്ക് അങ്ങോട്ട് കയറി. ഈ സമയം മിത്ര വെച്ച്, എന്താ മീനാക്ഷി ചേച്ചി കാര്യം? അല്ല മിത്ര, ഇത്രയും ദിവസമായി ഇവിടെ ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും അമ്മ അന്വേഷിച്ചില്ല. ഇപ്പോഴമ്മ പതുക്കെ വന്നേക്കുന്നത് കണ്ടോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പാട് പെടുവായിരുന്നു, ഞാനും അനുസരയും കൂടെ. ഇവിടെ ഒരു യുദ്ധക്കളമായിരുന്നു, അറിയാവോ? അച്ഛനും അമ്മയില്ലെങ്കിൽ ഭ്രാന്ത. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക് ശരിക്കും അറിയാവുന്ന. ഞങ്ങൾ മാനേജ് ചെയ്യാൻ പെട്ട പാട് അങ്ങനെ തന്നെ വരണം. ഞാൻ ഇവിടെ ഓരോരുത്തരും മാനേജ് ചെയ്തോണ്ട് പോകുമ്പോഴേ നിനക്കൊന്നും അതിന്റെ വില അറിയില്ലോ, ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, പിന്നെ വില അറിയണം പോലും, അമ്മേനെ കൊണ്ടാ പറ്റുള്ളൂ അച്ഛനെ മാനേജ് ചെയ്യാനായിട്ട്, ഞങ്ങളെ കൊണ്ടും പറ്റില്ല എന്ന് പറയണം. ഞങ്ങളും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ വെട്ടാൻ തുടങ്ങുന്ന പോത്തിനെ പോലെ എങ്ങനെ നിൽക്കണേന്ന് പറയണം. ഇത് കേട്ടതും ഗോമതിക്ക് ചിരി വന്നു. ഗോമതി പറഞ്ഞു, അങ്ങനെ കുറച്ചു ദിവസം കൊണ്ടൊരു പാഠം പഠിച്ചില്ലേ. പിന്നെ അനുശ്രീക്ക് പോലും അടുത്തേക്ക് ചെല്ലാൻ ചില സമയത്ത് പേടിയായിരുന്നു. അച്ഛൻ എപ്പോഴാ വയലന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അമ്മയില്ലാത്തതിന്റെ ആ ദേഷ്യം മൊത്തം ഞങ്ങളുടെ അടുത്താ തീർത്തത്. ഈ പുലി പ്രസവിച്ച് കിടക്കുന്നിടത്തേക്ക് ചെല്ലുന്നൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഞങ്ങളെ കടിച്ചു കീറി തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും. ചില സമയത്ത് തോന്നും കടി വീണെന്ന്. എത്ര പേടിച്ചാന്നല്ലേ ഞങ്ങൾ മാനേജ് ചെയ്തോണ്ടിരുന്നേ. അമ്മയ്ക്ക് ഇത് വല്ല അറിയണായിരുന്നു ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അതെ അങ്ങനെ തന്നെ വേണം നിനക്കെന്ന് പറയണം. ഓ അങ്ങനെ തന്നെ വേണം പോലും.
അതേ സമയത്ത് മിത്ര പറഞ്ഞു, പിന്നെ അമ്മ അവിടെയാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു, അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഇതൊക്കെ വെറും പുറമ്പോച്ചല്ലേ ഈ പറയുന്നത്, അച്ഛൻ അമ്മയില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, അതുപോലെ തന്നെ അമ്മയ്ക്കും. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അതങ്ങനെയാ, അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിലേ നിങ്ങൾ കുറച്ചു ദിവസം പിരിഞ്ഞിരിക്കണം. ഭാര്യ ഭർത്താവുമാണെങ്കിലേ സ്നേഹമുള്ളവരാണെങ്കിൽ കുറച്ചു ദിവസം മാറി നിന്ന് കഴിയുമ്പോൾ അതിന്റെ വിഷമം അറിയും. അപ്പൊ ഞാനും ബാലേട്ടനും പിരിഞ്ഞു നിന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വിഷമം. നിങ്ങളൊരു 2 ദിവസം നിങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് മാറി നോക്കിയേ, അപ്പോഴറിയാന്ന് പറയണേ. ഇത് കേട്ടത് മിത്രയുടെ മീനാക്ഷിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് ഗോമതി പറഞ്ഞു, അതെ എനിക്ക് എന്റെ ബാലേട്ടൻ ഇല്ലാതെ പറ്റില്ല. ഓ, അതുകൊണ്ടായിരിക്കും ഗോമതി സ്റ്റോഴ്സ് എന്ന് പേരിട്ടേക്കുന്നത്. മിത്ര പറഞ്ഞു, അതെ മീനാക്ഷി ചേച്ചി, ഗോമതി സ്റ്റോഴ്സ് എന്ന് പേരിട്ട പോലും അതുകൊണ്ടല്ലേ. മീനാക്ഷി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, അച്ഛൻ കാത്തിരിക്കായിരിക്കും, അങ്ങോട്ട് ചെല്ലാൻ പറയണം, ഒന്ന് പോടിയാടുന്നു. പിന്നല്ലാതെ ഇത്രയും ദിവസം കൂടി കാണുന്നില്ലേ, എന്തൊക്കെ പറയാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഒന്ന് നിർത്തി. ഗോമതിക്ക് ആ പാടം നാണം വന്നു. ഗോമതി ഒന്നും നിർത്തുന്നുണ്ടോന്ന് ചോദിക്കും. ഇനി ഞാനെന്തെങ്കിലും കൂടുതൽ പറയണോ അമ്മയോട്? അയ്യോ വേണ്ടായേ, ഒന്ന് നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ മുന്നേ കൈ കൂപ്പുവാണ്. എന്നിട്ട് പറഞ്ഞു, ദേ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഇത്രയും മീനാക്ഷിയും കൂടെ കൈ കൊടുക്കുവാണ്, ഗോമതിനെ പൊളിച്ചടിക്കുന്നുള്ള രീതിയിൽ. ഈ സമയം ബാലിലാകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഷോ, ഇതുവരെയായിട്ട് എന്താ ഗോമതി വരാത്തെന്ന് ഓർത്ത് ഒന്ന് വാതൊക്കെ പോയി നിൽക്കും, തിരിച്ചു വന്ന് ബെഡിലിരിക്കും. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി ഒന്നിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ബാലിനിങ്ങനെ ഗോമതിയെ നോക്കി, ഇത്ര സമയത്ത് എന്തെടുക്കുവാനും ചോദിക്കും. അത് പിന്നെ അടുക്കളയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു, കുട്ടികൾ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓഹോ, കളിയാക്കാനുള്ള ഒരു അവസരം ആരാ കൊടുത്തേ? നീ എല്ലാം ഉണ്ടാക്കി കൊടുത്തെന്ന് ചോദിക്കും. ഇത് കേട്ടോ ഗോമതി, ഞാനോ? ബാലേട്ടനല്ലേന്ന് ചോദിക്കണം. ഞാനെങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം? നീ എല്ലാ കാരണക്കാരി, നീ ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേന്ന് ചോദിക്കും. അതെ, ബാലേട്ടൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞോണ്ടല്ലേ. ഓ, അങ്ങനെ ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞോണ്ടനെ നീ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് പിന്നെ ബാലേട്ടൻ ഇതൊക്കെ പറയാം, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ, ഇന്ന് വരെ ബാലേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും. ബാലൻ പറഞ്ഞു, അപ്പൊ നീ എന്റെ അവസ്ഥയൊന്ന് ഓർത്തു വെക്കേ. കുറെ നാൾ മുമ്പ് കൃഷ്ണമംഗലം എന്ന വലിയ തറവാട്ടിൽ നിന്നും എനിക്ക് അവരെ ആരെയും വേണ്ട, എന്റെ ബാലേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പം നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് വേറെ ആരെയും വേണ്ടായിരുന്നു, അച്ഛനും അമ്മേനെ സഹോദരനെ ഒന്നും വേണ്ടായിരുന്നു. ഇപ്പൊ നീ നിന്റെ മകന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയിക്കുന്നു, അതും എന്നെ വെല്ലുവിളിച്ച്. അത് വെല്ലുവിളിയാണോ ബാലേട്ടാ? എന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അല്ലായിരുന്നോ? എന്റെ ഭാവം എന്താ ബാലേട്ടൻ ചിന്തിക്കാത്തെ? ബാലേട്ടൻ എന്നെ പറഞ്ഞുകൊണ്ട കാര്യം ഉണ്ടായിരുന്നു, പിന്നെ നീ പോയതുകൊണ്ടല്ലേ. അങ്ങനെ പോയപ്പോ ബാലേട്ടൻ തിരികെ വിളിക്കണമായിരുന്നു, പോവണ്ടെന്നും പറഞ്ഞോണ്ട്. ഓഹോ, അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കണം. പിന്നീട് ബാലൻ പറഞ്ഞു, നിനക്കറിയാലോ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ നീയാണ്. നീ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും എനിക്ക് ആ സമയത്ത്. അത് ഇനി നിന്നോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല എന്റെ ഗോമതി എന്ന് പറയണം. ആ സമയത്ത് ഉദയഭാനുവും ശ്രീകലയും കൂടി ഇരിക്കണം. ഉദയഭാനുവിനോട് ശ്രീകലൻ ഫോൺ വിളിക്കാൻ പറയണം. അങ്ങനെ ഉദയഭാനു ബാലന്റെ നമ്പറിലേക്ക് വിളിക്കണം. അയ്യോ, ഉദയഭാനു സാറാണല്ലോ വിളിക്കണമെന്ന് പറയാം. കോൾ എടുക്കാൻ പറയാണ് ഗോമതി. കോൾ എടുത്തു. ഇതേ ബാല, ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയണം. എന്താ ഇതെങ്ങനെ മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം. അയ്യോ സാറ് കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഗോമതിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായി, ഇതിനായിട്ടും ബാലം കൊടുത്തോന്ന് ചോദിക്കും. അയ്യോ അത് പിന്നെ സാറേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആൾക്കാരൊക്കെ അതും ഇതും പറയുന്നുണ്ട്. അതെ, ഗോമതി പിണങ്ങി വീട്ടിൽ എങ്ങോട്ടോ പോയെന്നൊക്കെ. അപ്പൊ എന്താ ബാലയെ കേൾക്കണമെന്നൊക്കെ, എങ്ങനെയാണ് ഞങ്ങൾക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറയണം. അവര് ഭയങ്കര സന്തോഷത്തിലാ. ഈ ഇത് ഒരു ട്രാപ്പാക്കി ഒരുക്കി പല തന്ത്രങ്ങളും മെനയാൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു ഉദയഭാനും ഭാര്യയും കൂടെ. ഈ സമയം ബാലൻ പറഞ്ഞു, അതാണ് കാര്യം. അതെ, ആൾക്കാർ വെറുതെ അതും ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. എന്റെ ഭാര്യ ഗോമതിക്ക് ഞാൻ കൊടുക്കാന്ന് പറയണം. അങ്ങനെ ഫോൺ കൊടുക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഉദയഭാനും ശ്രീകല ഒന്ന് പ്ലിങ്ങിപ്പോയി. എന്ത് ചെയ്യണം നടത്തില്ല, ഇല്ലാന്നോർത്ത് വിളിച്ചാണ്. പിന്നീട് ഗോമതി ഹലോ പറയണം. ഈ സമയം ഉദയഭാനുവിന് എന്ത് ചെയ്യണം നടത്തില്ല. ഉദയഭാനു ശ്രീകലയുടെ ഫോൺ കൊടുത്തിട്ട് സംസാരിക്കാൻ പറയണം. ശ്രീകലയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഹലോ, ഞാൻ ശ്രീകല എന്ന് പറയണം. അല്ല, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നല്ലോ. അത് പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വിളിച്ച ഈ ഇടയാണ് ആരാണ്ടൊക്കെ പറഞ്ഞു പിണങ്ങിപ്പോയെന്നൊക്കെ, അതൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാന്നേ. നാട്ടുകാരല്ലേ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലെന്ന് വെക്കും. ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമായി നിങ്ങളെന്ന് പറയണം. ഇത് കേട്ട ശ്രീകല പറഞ്ഞു, ആൾക്കാർ ചുമ്മാ അതും ഇതൊക്കെ പറയുന്ന, അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. കല്യാണം അല്ലേ വരുന്നേ, ഇനിയിപ്പോ എൻഗേജ്മെന്റിന്റെ ദിവസങ്ങളില്ലല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ എന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ഉദയഭാനു പറഞ്ഞു, ഈ നുണ പറയുന്നവിടെ തല ഇടുത്തി വീണാ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ വീഴാണെങ്കിൽ നമ്മുടെ തലയിൽ ആദ്യം വീഴുള്ളൂ. നമ്മൾ എത്രമാത്രം നുണകളാ പറയണേ. ഇപ്പൊ അതൊക്കെ പറ, ശ്രീദേവി എങ്ങനെ കേട്ടാ അത് മതി എന്ന് പറയാണ്. ആ സമയം ബാലൻ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ അവര് വിളിച്ച്, തേമേ ആ സമയത്ത് നീ ഉണ്ടായിരുന്നേ, അല്ലെങ്കിൽ എന്ത് ചെയ്തോണെന്ന് പോലെ എനിക്കറിയില്ല എന്ന് പറയണേ. കോമതി പറഞ്ഞു, ഇനിയിപ്പൊ ബാലേട്ടൻ പേടിക്കണ്ട, ആനന്ദിന്റെ വിവാഹം നല്ല മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയണം. ഈ സമയം ആനന്ദും ആകാശും
ആരും എല്ലാരും കൂടെ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പൊ ബാലനും കോമതിയും മാത്രമില്ല. ഈ സമയം ആനന്ദ് പറഞ്ഞു, അല്ല നീ അല്ല ആര്യ പറഞ്ഞ എന്ത് വന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരിക്കുന്നു, എന്നിട്ട് നീ എന്ത് പോക്കാടെ പോയെന്ന് ചോദിക്കുകയാണ്. ഇത്രയും ദിവസം നീ മാറി നിന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട ആര്യം പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ധർമ്മം പറഞ്ഞു, എന്ത് സാഹചര്യം? അങ്ങനെ പോയി മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളോർത്ത് നീ സന്തോഷിച്ച് ജീവിക്കുമായിരിക്കുന്നു, പിന്നെയല്ല അറിഞ്ഞേ നിനക്ക് ഭയങ്കര കഷ്ടപ്പാടാന്നുള്ള കാര്യം. നിനക്ക് ഇങ്ങോട്ട് തിരികെ വന്നാൽ പോരാനും ചോദിക്കണം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ലായിരുന്നു പറയണം. ധർമ്മം പറഞ്ഞു, അവൻ ഈ പട്ടാളച്ചിട്ടയിൽ നിന്ന് അവനൊരു മോചനം കിട്ടിയതായിരുന്നു. അപ്പൊ അവൻ ലൈഫ് എൻജോയ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ചേച്ചിയുടെ ഒരു കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അതൊക്കെ തോന്നൽ മാത്രല്ലേ, നമുക്ക് ചില സമയം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു പറയണം. ഒരൊറ്റപ്പെടല്. ഒറ്റപ്പെടൽ അതെന്താടാ ആര്യ നീ അങ്ങനെ പറഞ്ഞേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാണല്ലോ, എന്താ ഇത്രമാത്രം ഒറ്റപ്പെടല്? അവിടെ മിത്ര ഉണ്ടായിരുന്നല്ലോ. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, ചിലരിങ്ങനെയാ മീനാക്ഷി ചേച്ചി, എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലരുടെ മനസ്സ് ഇങ്ങനെയായിരിക്കും. അവർക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അത് നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവർക്കൊരു ചിന്തയും കൂടെ വേണം, അല്ലെങ്കിലോ ഈ ഒറ്റപ്പെടൽ ഉണ്ടാവുമെന്ന് പറയാണ്. ഇത് കേട്ടത് മീനാക്ഷിയെ ആരിനെ ഒന്ന് നോക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആരിനെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.